ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാജേശ്വരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. കോൾ വിളിച്ച സ്ത്രീ സംസാരിക്കുകയാണ്. മറന്നുപോയി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദികേട് ഒരു കീർത്തിമുദ്രയായി കൊണ്ടു നടക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഞാൻ ആരോടും നന്ദികേടൊന്നും കാണിച്ചിട്ടില്ല. ആരാണെന്ന് പറയൂന്ന് രാജേശ്വരി പറയുന്നു. രാജരാജേശ്വരിയെ അഖിലാണ്ടേശ്വരിയായി മാറ്റിയ ഒരു ഡോക്ടറെ ഓർമ്മയുണ്ടോ? ആ ഡോക്ടറാണ് വിളിക്കുന്നത്. ആ ഡോക്ടർ പറയൂന്ന് രാജേശ്വരി പറയുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുള്ള ആസ്തിയുള്ള തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണ് നിങ്ങളെന്ന്. ഈ ചതിക്ക് കൂട്ടുനിന്നതിനുള്ള ന്യായമായ പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, വാക്ക് പറഞ്ഞുറപ്പിച്ച അത്രയും പ്രതിഫലം ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എനിക്കത് പോരാ എന്ന് ഡോക്ടർ. ഞാൻ ആവശ്യപ്പെടുന്ന തുക എനിക്ക് വേണം. ഭീഷണിയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ പറയുന്നത് കേട്ട് സ്നേഹത്തോടെ മുന്നോട്ടു പോകുന്നതാണ് മാഡത്തിന് നല്ലത്. ഇല്ലെങ്കിൽ ഇതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങളുടെ കള്ളക്കളികൾ പൊളിക്കാൻ എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ അങ്ങോട്ട് അയക്കാം. അത് കണ്ടിട്ട് മാഡം തന്നെ തീരുമാനിക്കുക എന്തു വേണമെന്ന്. അതിനുശേഷം ആ ഡോക്ടർ വീഡിയോ അയക്കുകയാണ്. ആ വീഡിയോയിൽ കാണിക്കുന്നത് അബോധാവസ്ഥയിൽ കിടക്കുന്ന അഖിലാണ്ടേശ്വരിയിടത്ത് രാജേശ്വരി നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോഴേക്കും ശിവരാമകൃഷ്ണൻ അങ്ങോട്ടെത്തുകയാണ്. അഖിലാണ്ടേശ്വരി പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്യുകയാണ്. എന്താ അഖില, വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നല്ലോ, എന്തുപറ്റി? ഒന്നുമില്ല കൃഷ്ണേട്ട, ആ പറഞ്ഞത് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കള്ളമാണ്. നിനക്കെന്തോ കാര്യമായ ടെൻഷനുണ്ട്. അത് നിന്റെ മുഖത്തു മാത്രമല്ല, നടപ്പിലും ഇരിപ്പിലും പ്രകടമാണ്. ഞാൻ ഓർക്കുകയാണ് കൃഷ്ണേട്ട, എല്ലാ അർത്ഥത്തിലും ഞാൻ ഭാഗ്യവതിയായിരുന്നു. സ്നേഹസമ്പന്നനായ ഭർത്താവ്, സൽഗുണസമ്പന്നരായ 2 ആൺമക്കൾ, അവർക്ക് അനുയോജ്യരായ സ്നേഹവതികളായ 2 ഭാര്യമാർ, ഐശ്വര്യമുള്ള കുടുംബം. ഭാഗ്യം എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കുറെ നാളുകളായി എനിക്ക് മാത്രം മനസ്സമാധാനം ഇല്ല. കുറെ നാളുകളായെന്നല്ല, എന്നും. അപ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ചുനാൾ മുൻവരെ ആനന്ദിനെ പിരിഞ്ഞിരിക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ആ ദുഃഖത്തിന് നീ തന്നെ ശാശ്വതമായ പരിഹാരം കണ്ടു. ആനന്ദിനെയും കല്യാണിയെയും നീ തൃച്ചംബരത്തേക്ക് തിരിച്ചു വിളിക്കുകയും നിന്നെ വേദനിപ്പിച്ച മകനോട് ക്ഷമിക്കുകയും കല്യാണിയെ മൂത്ത മരുമകളായി അംഗീകരിക്കുകയും ചെയ്തു. ഇനിയും മനസ്സമാധാനം ഇല്ലെന്ന് പറഞ്ഞാൽ? പാരമ്പര്യത്തിലും കുടുംബ കുലമഹിമയിലുമൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന നീ അതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ താഴേക്കിറങ്ങി. എനിക്ക് തന്നെ നിന്നോട് എന്തെന്നില്ലാത്ത മതിപ്പും ആദരവും തോന്നി. അങ്ങനെ നമ്മുടെ തറവാടിന് നഷ്ടപ്പെട്ട സമാധാനം കൈവന്നു. നോക്ക്, നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് വരെ പതിവിലേറെ സന്തോഷവതിയുമായിരുന്നു. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് എന്തു പറ്റി? എന്താ നിന്റെ ദുഃഖത്തിന് കാരണം? അപ്പോൾ രാജേശ്വരി പറയുകയാണ്, ഞാൻ എത്രയേറെ സ്നേഹിച്ചാലും എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല. അവർക്ക് ഞാൻ ഇന്നും ഒരു ശത്രു തന്നെയാണ്. അവർക്ക് ഇപ്പോഴും ഞാൻ കർക്കശക്കാരിയും ദുഷ്ടയുമായ ഒരമ്മയാണ്. അഖില, ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാണ്. എനിക്ക് ഇക്കാര്യത്തിൽ ധാരണ പിശകില്ല. ഞാൻ അനുഭവിക്കുന്നതാണ് ഈ പറഞ്ഞത്. നീ എന്തനുഭവിച്ചെന്നാണ് പറയുന്നത്? മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ. രാജേശ്വരി പറയുന്നു, ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണ്. എന്റെ മക്കൾ എന്നെ സംശയിക്കുന്ന വീട്ടിൽ ഞാൻ എന്തിനാണ് നിൽക്കുന്നത്? ഇതിനപ്പുറം ഒരു അമ്മ അനുഭവിക്കാനുള്ള ശിക്ഷ എന്താണ്? കൃഷ്ണേട്ടൻ പറഞ്ഞതാ. എല്ലാം ക്ഷമിച്ചവളാണ് ഞാൻ. ഞാനും കൃഷ്ണേട്ടനും എന്റെ മക്കളും അവരുടെ ഭാര്യമാരും എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുമെന്ന് ഞാൻ കരുതി. ഇപ്പോ ഞാൻ ഒറ്റപ്പെട്ടു. അങ്ങനെയുള്ള ഒരു വീട്ടിൽ അഖില അധികപ്പറ്റായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മരണം അല്ലെങ്കിൽ തീർത്ഥാടനം. അത് പറഞ്ഞതിന് ശേഷം രാജേശ്വരി മോതിരം വിരലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയാണ്. അതിനുശേഷം അവിടെ നിന്നും പോകുന്നു. ശിവരാമകൃഷ്ണൻ പുറകെ വിളിച്ചിട്ടും രാജേശ്വരി നിൽക്കുന്നില്ല. അതിനുശേഷം രാജേശ്വരി റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. അതോടെ ദേഷ്യപ്പെട്ട് ശിവരാമകൃഷ്ണൻ ആനന്ദ് എന്ന് ഉറക്കെ വിളിക്കുകയാണ്. അരവിന്ദിനെയും വിളിക്കുന്നു. താഴേക്കിറങ്ങി വരാൻ ഉച്ചത്തിൽ പറയുന്നു. അതിനുശേഷം ആനന്ദും അരവിന്ദും നന്ദനയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നു. എന്താ അച്ഛാ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, അഖിലാണ്ടേശ്വരി എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യ ആയതിനു ശേഷമാണ് നിങ്ങളുടെ അമ്മയായത്. നിങ്ങളെക്കാൾ കൂടുതൽ കാലം അവളോടൊപ്പം ജീവിച്ചത് ഞാനാണ്. എന്റെ ഭാര്യയെ എനിക്ക് സംശയമില്ലാത്തടത്തോളം കാലം നിങ്ങൾ എന്തിനു സംശയിക്കുന്നു? അഖിലയുടെ സ്വഭാവ രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാതെ ദാസിനെ വേദനിപ്പിക്കേണ്ടി വന്ന സാഹചര്യവും ദാസിന്റെ അപ്രതീക്ഷിത മരണവും അവളെ ആകെ തളർത്തിക്കളഞ്ഞു. ഒരാളുടെ സ്വഭാവ രീതികൾ മാറിയെന്ന് കരുതി അയാളല്ലാതാകുമോ? അച്ഛ എന്ന് ആനന്ദ് വിളിക്കുമ്പോൾ വേണ്ട എന്ന് ശിവരാമകൃഷ്ണൻ പറയുന്നു. സ്വയം ന്യായീകരിക്കാനുള്ള വിശദീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. അപ്പോഴേക്കും വിലാസിനിയും ജയന്തിയും അവിടേക്ക് വരികയാണ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി പൈതൃകമായി അവൾക്ക് കിട്ടിയ സംസ്കാരങ്ങൾ ഉപേക്ഷിച്ച്
നമ്മളോടൊപ്പം വന്നു. അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്ത മകനോട് അവൾ പൊറുത്തു. പടവുകൾ ഇറങ്ങി താഴേക്ക് വന്നു. അത് മറ്റുള്ളവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടല്ലേ? എന്നിട്ടും അത് മനസ്സിലാകാത്തത് എന്താണ്? എന്റെ ഭാര്യയെ എനിക്ക് വിശ്വാസമാണ്. അതിലപ്പുറം ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ആനന്ദ് പറയുകയാണ്, അച്ഛാ, അമ്മയെ സംശയിക്കേണ്ടി വന്ന ചില സാഹചര്യങ്ങളും അതിനുള്ള കാരണങ്ങളും ഉണ്ടായി. ആനന്ദ്, നീ എന്തായി പറയുന്നത്? നിങ്ങളെ പെറ്റു വളർത്തിയ അമ്മയെ എങ്ങനെ സംശയിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്കത് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. അപ്പോൾ വിലാസിനി മനസ്സിൽ പറയുകയായിരുന്നു, എന്തായിരുന്നു അഖിലയ്ക്ക് മക്കളോടുള്ള സ്നേഹം. മക്കളും മരുമക്കളും പിറക്കാൻ പോകുന്ന പേരക്കുട്ടികളും എല്ലാരും കൂടി ഒരു സന്തുഷ്ട കുടുംബം ഉണ്ടാക്കാൻ നോക്കിയതാണ് അഖില. അനുഭവിക്കട്ടെ. വീണ്ടും ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? അവളുടെ ചോരയും നീരയും ഊറ്റിയെടുത്തിട്ട് ഇപ്പോ അവളെ തള്ളി പറയുന്നു. അപ്പോൾ ആനന്ദ് പറയുകയാണ്, അച്ഛൻ ചില കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. എന്ത് കാര്യങ്ങൾ അറിയാൻ? പെറ്റമ്മയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ജീവിക്കണ്ട. അമ്മ എന്ന സത്യം ജീവനുള്ള കാണപ്പെട്ട ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ. അമ്മയെ അവിശ്വസിക്കുന്ന ഒരു മക്കളെയും എനിക്ക് കാണാൻ. അങ്ങനെയുള്ളവർക്ക് ഈ തൃച്ചംബരത്ത് നിന്ന് പുറത്തു പോകാം. അപ്പോഴേക്കും രാജേശ്വരി ഡോർ തുറന്ന് പുറത്തേക്ക് വരികയാണ്. ഒരു ബാഗും കയ്യിലുണ്ട്. അപ്പോഴേക്കും കല്യാണിയും അങ്ങോട്ടെത്തുന്നു. അവരുടെ അടുത്തെത്തിയ രാജേശ്വരി പറയുകയാണ്, തൃച്ചംബരത്ത് നിന്നും പുറത്തു പോകേണ്ടത് അവരാരുമല്ല കൃഷ്ണേട്ടാ, ഞാനാണ്. ഞാനൊരു അധികപ്പറ്റാണ്. അഖില എന്ന് വിളിച്ച് ശിവരാമകൃഷ്ണൻ അടുത്തേക്ക് വരുന്നു. അപ്പോൾ വിലാസിനി ചോദിക്കുകയാണ്, ചേച്ചി എവിടെ പോകുന്നു? ചേച്ചിയുടെ നല്ല മനസ്സൊന്നും ഇവിടെയുള്ള ആർക്കും മനസ്സിലാകില്ല. അതെനിക്ക് മനസ്സിലാകും. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ചേച്ചി ആഗ്രഹിച്ചു. അതിനു കിട്ടിയ തിരിച്ചടിയാണല്ലോ ഇത്. ഇപ്പോൾ രാജേശ്വരി പറയുകയാണ്, കൺമുന്നിൽ നിൽക്കുന്നത് അമ്മയാണോന്ന് സംശയിക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാകില്ല. എന്നാൽ ഇവിടെ അത് സംഭവിച്ചു. ഇനിയും തൃച്ചംബരത്ത് നിൽക്കാൻ എന്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. അതിനാൽ ഞാൻ പോകുന്നു. പോകാൻ തുടങ്ങുമ്പോൾ കല്യാണി മാഡം എന്ന് പുറകിൽ നിന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മാഡത്തിനെ എനിക്ക് വിശ്വാസമാണ്. മാഡം എങ്ങോട്ടും പോകാൻ പാടില്ല. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ മാഡം എന്നോട് ക്ഷമിക്കണം. മാഡം ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്. അപ്പോൾ വിലാസിനി മനസ്സിൽ പറയുകയാണ്, വന്ന് അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഇവൾ വളർന്നു. കാലം പോയൊരു പോക്കേ. അപ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, കല്യാണി പറയുന്നത് കേൾക്കൂ അഖില, നീ അകത്തേക്ക് പോകൂ. ഞാനാണ് പറയുന്നത്, പ്ലീസ്. എന്നിട്ട് രാജേശ്വരിയുടെ കയ്യിൽ നിന്നും പെട്ടി എടുക്കുകയാണ് കല്യാണി. എന്നിട്ട് വരൂ മാഡം എന്ന് പറയുന്നു. അഖില, അകത്തേക്ക് ചെല്ലുന്ന ശിവരാമകൃഷ്ണനും. ആരും കാണാതെ ചിരിച്ചുകൊണ്ട് രാജേശ്വരി കല്യാണിയുടെ പിറകെ പോവുകയാണ്. അതിനുശേഷം ജയന്തിയും വിലാസിനിയും അവിടെ നിന്നും പോകുന്നു. രാജേശ്വരിയെ റൂമിലാക്കി കല്യാണി വാതിലടയ്ക്കുകയാണ്. ശിവരാമകൃഷ്ണൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അരവിന്ദ് നന്ദനയും കൂട്ടി വാ പോകാം എന്നും പറഞ്ഞു പോകുന്നു. ആനന്ദ് കുറച്ചുനേരം അച്ഛനെ നോക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാറിലിരിക്കുന്ന ഗിരിരാജ് വർമ്മയും പ്രിയങ്കയുമാണ്. എന്താ അങ്കിൾ, സ്റ്റിയറിംഗിന് ഒരു പിടുത്തം? അപ്പോൾ ഗിരിരാജ് വർമ്മ പറയുകയാണ്, ജീവിതം തന്നെ ഓരോ താളത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു സുദർശന ചക്രമാണ്. നിഗ്രഹിക്കാനും കഴിയും, സംരക്ഷിക്കാനും കഴിയും. എന്തു വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ചില സമയങ്ങളിൽ യമനും ദൈവവുമൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോഴേക്കും അവിടേക്കൊരു കാർ വരുന്നു. ഗിരിരാജ് വർമ്മ പറയുകയാണ്, വരുന്നുണ്ടെന്ന്. വന്ന കാറിൽ നിന്നും ഇറങ്ങുന്നത് രാജേശ്വരിയെ ഫോൺ വിളിച്ച ഡോക്ടറാണ്. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു ഡോക്ടർ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു. ഐ ആം ഫൈൻ എന്ന് ഡോക്ടർ പറയും. ശേഷം പ്രിയങ്ക പറയുകയാണ്, നമുക്ക് കാറിനകത്തിരുന്ന് സംസാരിച്ചാലോ? അല്ലെങ്കിലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡീലിങ്ങിനൊക്കെ ചെറിയ ഒരു ഒളിവുമറയുമൊക്കെ ഉള്ളത് നല്ലതാണ്. ഡീലിങ്സ് വാ പറയാം എന്നും പറഞ്ഞ് ഡോക്ടറെയും കൂട്ടി പ്രിയങ്ക കാറിനകത്തേക്ക് പോകുന്നു. രണ്ടുപേരും കാറിൽ കയറുകയാണ്. പക്ഷേ ഡോക്ടർ ആകെ ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അങ്കിളെ എന്ന് പ്രിയങ്ക വിളിക്കുമ്പോൾ കാറിന്റെ മുൻസീറ്റിൽ നിന്നും ഗിരിരാജ് വർമ്മ ഒരു പേഴ്സ് എടുത്ത് പ്രിയങ്കയുടെ നേരെ നീട്ടുകയാണ്. അതിനുശേഷം പ്രിയങ്ക ചോദിക്കുകയാണ്, പഴയ ഒരു പേഷ്യന്റിനെ വിളിച്ചിരുന്നു അല്ലേ? ഒരു രാജരാജേശ്വരിയെ വിളിച്ചിരുന്നു. കാര്യം ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേരാത്തൊരു കാര്യമാണല്ലോ ഞാൻ ചെയ്തത്. അതിനുള്ള പ്രതിഫലം പോരാന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചു. ഡോക്ടറെ, ചികിത്സയ്ക്ക് അർഹിക്കുന്ന പ്രതിഫലം വാങ്ങാം, അത് തെറ്റല്ല. പക്ഷേ എന്നെ പോലൊരു 1-ാം നമ്പർ വില്ലത്തി ഇവിടെ ഇങ്ങനെ കളിക്കുമ്പോൾ നീ കയറി ഡബിൾ ക്രോസ് ചെയ്യാൻ നോക്കുന്നോ? അത് പാടില്ല. അത് അനുവദിക്കാൻ പറ്റില്ലല്ലോ ഡോക്ടറെ. ചിരിച്ചുകൊണ്ട് ഗിരിരാജ് വർമ്മ പറയുകയാണ്, അത് എന്റെ അനന്തരവൾ പറഞ്ഞത് ശരിയാണ് ഡോക്ടറെ. വഞ്ചനയിൽ ചതി പാടില്ല കേട്ടോ. ലേഡി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദേവദൂതിക എന്നാണ് അർത്ഥം. പക്ഷേ നീ സ്റ്റെതസ്കോപ്പിന് പകരം കൊണ്ട് നടക്കുന്നത് കൊലക്കയറാണ്. ധരിച്ചിരിക്കുന്ന വെളുത്ത കോട്ട് പിശാചിന്റെ കുപ്പായവും. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ദൈവത്തിന്റെ ചെകുത്താന്മാരാകുന്നു.
ഇത് കേട്ട് പരിഭ്രമിച്ച് ഡോക്ടർ പ്രിയങ്കയെ നോക്കുകയാണ്. അപ്പോഴേക്കും ഗിരിരാജവർമ്മ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഡോർ തുറന്ന് വെളിയിലിറങ്ങാൻ നോക്കിയ ഡോക്ടറെ പ്രിയങ്ക തടയുന്നു. എന്നെ വിട് എന്ന് ഡോക്ടർ പറയുകയാണ്. എന്നിട്ട് പ്രിയങ്ക പറയുകയാണ്, ദേ നിറത്തോക്കൊരെണ്ണം അങ്കിളിന്റെ മടിയിലിരിപ്പുണ്ട്, അതെടുപ്പിക്കരുത്. ഈ വഞ്ചനയും ചതിയുമൊക്കെ ഒരു തരത്തിൽ ഒരു അസുഖമാണ്, യഥാർത്ഥ സമയത്ത് ചികിത്സ കിട്ടേണ്ട ഒരസുഖം. അപ്പോഴേക്കും ഗിരിരാജവർമ്മ പുറത്തുനിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക അങ്കിളേന്ന് വിളിക്കുമ്പോൾ ഗിരിരാജവർമ്മ ഡോർ തുറന്ന് ഡോക്ടറുടെ കൈ രണ്ടും കൂട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം പ്രിയങ്ക ഒരു മരുന്ന് ഡോക്ടർക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. നോ എന്ന് ഡോക്ടർ അലറി വിളിക്കുകയാണ്. അതിനുശേഷം പ്രിയങ്കയും ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഡോക്ടറെ രണ്ടുപേരും കൂടി കാറിൽ നിന്നും പിടിച്ചിറക്കി ഡോക്ടറുടെ വണ്ടിയിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അല്പസമയത്തിന് ശേഷം ഡോക്ടർ മയങ്ങി കാറിലേക്ക് തന്നെ വീഴുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ. ഓക്കെ, താങ്ക് യു.